നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നമുക്ക് സന്തോഷം കണ്ടെത്താൻ ഇത്ര ബുദ്ധിമുട്ടുണ്ടാവുക? ചെയ്തുകൊണ്ടിരിക്കുന്നത് സന്തോഷത്തിനെ ഫ്യൂച്ചറിലാണ് കാണുന്നത്. ഹാപ്പിനെസ്സിനെ കൊണ്ടെത്തിക്കുന്ന ഈ 5 കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണ്ടേ? നമ്മൾ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ലൈഫിൽ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ഇങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിലും പലപ്പോഴും പല ആൾക്കാർക്കും അതിന് പറ്റാറില്ല. ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ എന്ന രീതിയിൽ ഞാൻ പല ക്ലയൻസ് ആയിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട്. പ്രൊഫഷണലി സക്സസ്ഫുൾ ആയിട്ടുള്ളവർ, ഹോം മേക്കേഴ്സ് ആയിട്ടുള്ളവർ, സ്റ്റുഡൻസ് ആയിട്ടുള്ളവർ, ഇവരെല്ലാവരും തന്നെ, ഇവരിൽ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും തന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എങ്ങനെയാണ് ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റിയൽ ആയിട്ട്, പ്രാക്ടിക്കലായിട്ട്, ഇമോഷണലി ഹോണസ്റ്റ് ആയിട്ടുള്ള സന്തോഷം നമ്മുടെ ഉള്ളിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നമുക്ക് സന്തോഷം കണ്ടെത്താൻ ഇത്ര ബുദ്ധിമുട്ടുണ്ടാവുന്നത്? നമ്മുടെയൊക്കെ ലൈഫിൽ കുറേ കാര്യങ്ങൾ സന്തോഷിക്കാൻ ആക്ച്വലി ഉണ്ടെങ്കിലും നമുക്കത് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ കണ്ടെത്താനോ അതിൽ സന്തോഷിക്കാനോ ഒന്നും സാധിക്കാറില്ല. മോസ്റ്റ്ലി നമ്മൾ സന്തോഷത്തെ ഒരു റോങ് പ്ലേസിൽ പോയി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വൈബിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ സന്തോഷത്തെ എപ്പോഴും ഒരു വെൻ സ്റ്റേറ്റ്മെൻറ്റ്സിനോട് കണക്ട് ചെയ്തിട്ടാണ് പറയുന്നത്. എനിക്ക് വെയിറ്റ് ലോസ് ചെയ്താൽ ഞാൻ ഹാപ്പി ആയിരിക്കും, എനിക്ക് ഇത്ര എമൗണ്ട് ഓഫ് മണി ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പി ആയിരിക്കും, അല്ലെങ്കിൽ എനിക്ക് ഇന്നൊരു ജോലി കിട്ടിയാൽ ഞാൻ ഹാപ്പി ആയിരിക്കും. എപ്പോഴും എന്തെങ്കിലും ആയാൽ മാത്രമാണ് നമ്മൾ സന്തോഷിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മളെ സന്തോഷത്തെ കണക്കാക്കുന്നത്. നമ്മൾ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് സന്തോഷത്തിനെ ഫ്യൂച്ചറിലാണ് കാണുന്നത്. ഇപ്പോൾ ഈ നിമിഷത്തിലല്ല നമ്മൾ പലരും കാണുന്നത്. എന്നാൽ സന്തോഷം എന്നുള്ളൊരു കാര്യം ഫ്യൂച്ചറല്ല ആക്ച്വലി ഇരിക്കുന്നത്, ഇപ്പോൾ ഈ നിമിഷത്തിലാണ്. ഈ നിമിഷത്തിൽ നമ്മളുടെ ബോഡി എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു ഹാപ്പിനെസ് ഉണ്ട്, നമുക്ക് ചുറ്റുമുള്ള കുറേ ബ്ലെസ്സിങ്സ് ഉണ്ടാവാം. ഇതിനെ ഒന്നും കൗണ്ട് ചെയ്യാതെ നമ്മൾ ഫ്യൂച്ചറിൽ ഇതാകുമ്പോൾ ഞാൻ ഹാപ്പി ആകുമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ഇന്ന് നമ്മുടെ കയ്യിലുള്ളതിൽ നമുക്ക് ഹാപ്പി ആവാൻ പറ്റാത്തവരാണ് നമ്മളെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിലും ഹാപ്പി ആവാൻ സാധിക്കില്ല. ഇന്ന് നമ്മൾ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്നവരാണ്. സോ പല ആൾക്കാരുടെയും സന്തോഷമുള്ള മൊമെൻറ്റ്സ് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ കമ്പയർ ചെയ്യുന്നത്, നമ്മളൊരു കോൺസ്റ്റൻ്റായിട്ട് കമ്പാരിസൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ലൈഫിലെ ബാഡ് തിങ്സിനെയും മറ്റുള്ളവരുടെ ലൈഫിലെ ഗുഡ് തിങ്സിനെയും. സോഷ്യൽ മീഡിയയിൽ കാണുന്ന സന്തോഷത്തിനർത്ഥം അവർക്ക് സന്തോഷങ്ങൾ മാത്രമുണ്ടെന്നുള്ളതല്ല. എന്നാലും നമ്മളുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി കാണുന്നത് അവരുടെ ലൈഫിലെ സന്തോഷവും നമ്മുടെ ലൈഫിലെ ബാഡ് തിങ്സിനെ മാത്രമാണ്. സോ ഈ ഒരു കമ്പാരിസൺസ് നമ്മളത്ര ഇനഫ് അല്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കുകയും നമ്മൾക്ക് സന്തോഷിക്കാനായിട്ടുള്ള സാഹചര്യങ്ങളെ ഒരു ബ്ലോക്കായിട്ട് അവിടെ ആക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ശരിക്കുമുള്ള സന്തോഷം, റിയൽ ഹാപ്പിനെസ്? നമ്മൾ ജസ്റ്റ് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നതിനെയോ ആണോ നമ്മൾ റിയൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത്? അല്ല. സൈക്കോളജിയിൽ ഇതിനെ കുറച്ചും കൂടെ ഡീപ്പായിട്ടാണ് നമ്മൾ പറയുന്നത്. പ്ലഷർ, പേർപ്പസ് ആൻഡ് പീസ് എന്നിങ്ങനെ ഈ 3 കാര്യങ്ങളുടെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മൾ സന്തോഷത്തിനെ, റിയൽ ഹാപ്പിനെസ്സിനെ പറയുന്നത്. ഈ റിയൽ ഹാപ്പിനെസ്സിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സൈക്കോളജിയിൽ ഒരു തിയറി തന്നെ പറയുന്നുണ്ട്. നമ്മളുടെ പോസിറ്റീവ് സൈക്കോളജിയുടെ ഫാദർ എന്നറിയപ്പെടുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റാണ് ഡോക്ടർ മാർട്ടിൻ സെലിഗ്മാൻ. അദ്ദേഹം പ്രപ്പോസ് ചെയ്തൊരു തിയറിയാണ് ദ പെർമ മോഡൽ. ഇത് കൂടുതൽ കൺഫ്യൂസിങ് ആക്കുന്നില്ല. ഇതിലെ 5 എലമെൻറ്റ്സ് ആണ് ഈ തിയറിയിൽ പറയുന്നത്. ഈ 5 എലമെൻറ്റ്സും ഉള്ളപ്പോൾ നമ്മൾ കൂടുതൽ ഹാപ്പി ആയിട്ട് ഇരിക്കും എന്നുള്ളതാണ്. ഈ 5 എലമെൻറ്റ്സിനെ നമ്മുടെ ലൈഫിൽ നമുക്ക് കണ്ടെത്താൻ പറ്റിയാൽ നമ്മൾ കൂടുതൽ ഹാപ്പി ആയിട്ട് നമുക്കൊരു ലോങ് ലാസ്റ്റിംഗ് ഹാപ്പിനെസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് അദ്ദേഹം ഈ തിയറിയിലൂടെ പറയുന്നത്. സോ നിങ്ങളുടെ ലൈഫിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഹാപ്പിനെസ്, റിയൽ ആയിട്ടുള്ള ഹാപ്പിനെസ്സിനെ കൊണ്ടെത്തിക്കുന്ന ഈ 5 കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണ്ടേ? സോ അതിലെ പെർമ മോഡലിലെ പി സ്റ്റാൻഡ്സ് ഫോർ പോസിറ്റീവ് ഇമോഷൻസ്, ഇ സ്റ്റാൻഡ്സ് ഫോർ എൻഗേജ്മെൻറ്റ്, ആർ സ്റ്റാൻഡ്സ് ഫോർ റിലേഷൻഷിപ്സ്, എം സ്റ്റാൻഡ്സ് ഫോർ മീനിങ് ആൻഡ് എ സ്റ്റാൻഡ്സ് ഫോർ അക്കംപ്ലിഷ്മെൻറ്റ്സ്. പോസിറ്റീവ് ഇമോഷൻസ് എന്ന് പറയുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന സന്തോഷം, സമാധാനം, ഗ്രാറ്റിറ്റ്യൂഡ്, പ്രതീക്ഷ, ഇതുപോലെയുള്ള കുറേ സ്നേഹം എന്നിങ്ങനെയൊക്കെയുള്ള നല്ല നല്ല ഇമോഷൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നത്. അതിനർത്ഥം നമ്മൾ ലൈഫിൽ എപ്പോഴും ഫുൾ ടൈം
24/7 നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം എന്നുള്ളതല്ല. അങ്ങനെ ആർക്കും ഇരിക്കാനും പറ്റുന്നുണ്ടാവില്ല. പക്ഷെ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ ഇപ്പം പറഞ്ഞ ഈ ഇമോഷൻസ് ഒക്കെ നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനൊരു ചാൻസ് കിട്ടുമ്പോൾ അതിനെ ഫുള്ളായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നതിനെ ആണ് നമ്മൾ ഈ പോസിറ്റീവ് ഇമോഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനർത്ഥം നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മളതിനെ പുറത്തേക്ക് വിടരുത്, നമ്മൾ കരയരുത് എന്നുള്ളതല്ല. നമുക്ക് ഇപ്പോൾ ഒരു തമാശയുള്ള ഒരു പടം നമ്മൾ കാണുകയാണ്, ഒരു ചെറിയ സന്തോഷിക്കാൻ കിട്ടുന്ന ഒരു ചാൻസ്, മേ ബി ഒരു സൺസെറ്റ് കാണുന്നത്, ഒരു മഴ പെയ്യുമ്പോൾ എന്നിങ്ങനെയൊക്കെ നമുക്ക് സന്തോഷിക്കാൻ കിട്ടുന്ന ചാൻസ്, മേ ബി ഒരു സർപ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കിട്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും സഹായിക്കാൻ പറ്റുന്നത്, എന്നിങ്ങനെ നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാകുന്ന വളരെ കുഞ്ഞു കുഞ്ഞു മൊമെൻറ്റ്സിൽ നമുക്ക് ഹാപ്പിനെസ് കണ്ടെത്താൻ, ഈ പോസിറ്റീവ് ഇമോഷനെ കണ്ടെത്താനും അതിനെ ഫുള്ളായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നതിനെയുമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ എൻഗേജ്മെൻറ്റ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെയൊക്കെ ലൈഫിൽ കഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല, ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളും വേണം. അങ്ങനെ ഇഷ്ടപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ ഒരു ഫ്ലോ ഉണ്ടാകുന്നത്, ഒരു സ്റ്റേറ്റ് ഓഫ് ഫ്ലോ. അതായത് ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ചില ഹോബീസ് ഉണ്ടാവാം, മേ ബി ചിലർക്ക് പാട്ട് കേൾക്കുന്നതാവാം, ഡാൻസ് ചെയ്യുന്നതാവാം, ചിലർക്ക് കുക്ക് ചെയ്യുന്നതാവാം. എന്നിങ്ങനെ നമുക്ക് ഒരുപാട് ഇഷ്ടത്തോടെ നമ്മളെ കുറേയും കൂടെ എനർജറ്റിക് ആക്കുന്ന, ഹാപ്പി ആക്കുന്ന ഒരു എൻഗേജ്മെൻറ്റ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കണം. അത് ഓരോ വ്യക്തികൾക്കും ഓരോന്നായിരിക്കാം. ഇനി നമ്മുടെ ലൈഫിൽ അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ, ഇതുവരെയും നമ്മൾ അങ്ങനെ ചെയ്തൊരു കാര്യമില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യം എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടെത്തുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിലേഷൻഷിപ്സ്, നമ്മൾ മനുഷ്യന്മാർ അറിയാം, നമുക്ക് മനുഷ്യന്മാരില്ലാതെ പറ്റില്ല. മനുഷ്യനെ നമ്മൾ സോഷ്യൽ ബീയിങ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ലോക്ക്ഡൗണിൽ കൊറോണ വന്ന സമയത്ത് നമ്മൾ ലോക്ക്ഡൗണിൽ വീടിനുള്ളിൽ ഇരുന്നപ്പോൾ അപ്പം തന്നെ നമുക്കറിയാം എത്ര വീർപ്പുമുട്ടിയാണ് നമ്മൾ മറ്റുള്ളവരെ കാണാതെ ഇരുന്നിട്ടുണ്ടാവുക എന്നുള്ളത്. ഇപ്പം എത്ര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് നമ്മളുടേതായ ഒരു സെറ്റ് ഓഫ് ആൾക്കാർ നമുക്ക് വേണം. അപ്പം മാത്രമാണ് നമുക്ക് ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു സ്പേസ് കിട്ടുന്നത്. ഹെൽത്തി റിലേഷൻഷിപ്സ്, ഈ റിലേഷൻഷിപ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ചുറ്റുമുണ്ടാകുന്ന ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളെയാണ്. അവിടെയാണ് നമുക്ക് ഗ്രോ ചെയ്യാനൊരു സ്പേസ് കിട്ടുന്നത്, നമുക്ക് കാര്യങ്ങൾ തുറന്നു പറയാൻ ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നത്, ഒരു സന്തോഷമുള്ള കോൺവെർസേഷൻസ് ഉണ്ടാകുന്നത്. സോ അത് ഓരോ മനുഷ്യനും ഗ്രോ ചെയ്യാനും ഹീൽ ചെയ്യാനും ഒക്കെ ഈ ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെയാണ് പലപ്പോഴും നമ്മളെ സീൻ ആകപ്പെടുന്നത്, നമ്മളെ മറ്റുള്ളവർ കാണുക, മറ്റുള്ളവരുടെ വാലിഡേഷൻസ് എന്നിങ്ങനെയൊക്കെ കിട്ടുന്നത് ഒരു സന്തോഷകരമായിട്ടുള്ള ജീവിതത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മീനിങ്, നമ്മൾ ലൈഫിൽ നമ്മൾ ഈ ജീവിതം ഇങ്ങനെ ജീവിച്ച് തീർക്കുമ്പോൾ നമുക്കതിലൊരു പേർപ്പസ് കണ്ടെത്താൻ പറ്റണം. നമ്മുടെ ലൈഫിൽ ഒരു മീനിങ് ഉണ്ടായിരിക്കണം. ജസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഒരു റുട്ടീനിന് അപ്പുറത്തേക്ക്, നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നു, നമ്മൾ കിടന്നുറങ്ങുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഓരോ ആൾക്കാർക്കും ഓരോ റുട്ടീൻസ് ആയിരിക്കാം, ഓരോ ജീവിത രീതികളായിരിക്കാം. പക്ഷെ അതിൽ നമുക്ക് പേഴ്സണലി ഒരു മീനിങ് കണ്ടെത്താൻ പറ്റണം. ഇപ്പോൾ സിംപ്ലി നമ്മൾ നമ്മുടെ ജോലിയാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു ടീച്ചർ പഠിപ്പിക്കുകയാണ്, അപ്പോൾ ആ ടീച്ചർ മേ ബി ആ ജോബിൽ ഒരുപാട് പ്രഷർ ഉണ്ടാവാം, പക്ഷെ ആ ടീച്ചർക്ക് അവിടെ ഒരു മീനിങ് കണ്ടെത്താൻ പറ്റുകയാണ്. ഞാൻ ഒരുപാട് യങ് മൈൻഡ്സിനെ ഞാൻ വളർത്തിയെടുക്കുന്നുണ്ട്, ഞാൻ അവർക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ഞാൻ എൻ്റെ ജോബാണ് ചെയ്യുന്നത്, പക്ഷെ അവിടെ ഒരു പേർപ്പസ് ഉണ്ടാവുന്നുണ്ട്. ഒരു അമ്മ ഒരു കുഞ്ഞിനെ വളർത്തുന്നത്, അവിടെ ആ അമ്മയ്ക്കൊരു പേർപ്പസ് ഉണ്ടാവുന്നുണ്ട്, ഞാൻ ഈ കുഞ്ഞിനെ വളർത്തിയെടുക്കുന്നു എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാൾക്ക് ഇപ്പോൾ ഒരാൾ ഇപ്പം മാരീഡ് ആവാത്ത ഒരു ഇൻഡിവിജ്വലി ജീവിക്കുന്ന ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരാളായിരിക്കാം. അയാൾ മേ ബി അയാളുടെ ലൈഫിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നു, ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നു, എന്തുമാവാം. പക്ഷേ അതിനൊരു റീസൺ ഉണ്ടായിരിക്കണം. നമുക്ക് ലൈഫിൽ മീനിങ് കണ്ടെത്താനായിട്ട് പറ്റണം. അപ്പോഴാണ് നമുക്ക് കുറേയും കൂടെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നത്. ഈ മീനിങ് ലൈഫിൽ കണ്ടെത്തുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനുള്ള മറ്റ് റീസൺസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അപ്പോഴാണ് കുറേയും കൂടെ റിസൈലൻ്റ് ആവുന്നത്. നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പം അതിനെ തട്ടി മാറ്റി നമുക്ക് മുന്നോട്ട് പോകാനൊരു ഇന്നർ സ്ട്രെങ്ത് കിട്ടുന്നത് നമുക്കൊരു മീനിങ് ഉള്ളപ്പോഴാണ്. നമുക്കൊരു കൃത്യമായ ഡയറക്ഷൻ, മുന്നോട്ട് പോകാനുള്ളൊരു ഡയറക്ഷൻ പലപ്പോഴും കിട്ടുന്നത് നമ്മുടെ ലൈഫിലൊരു മീനിങ് ഉള്ളപ്പോഴാണ്. അക്കംപ്ലിഷ്മെൻറ്റ്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാവുന്ന ചെറുതോ വലുതോ ആയിട്ടുള്ള പ്രോഗ്രസ്സിനെയും അച്ചീവ്മെൻറ്റിനെയുമാണ് നമ്മൾ സിംപ്ലി അക്കംപ്ലിഷ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം നമുക്ക് ബിഗ് തിങ്സ് എപ്പോഴും ഉണ്ടാകണം എന്നുള്ളതല്ല, വലിയ വലിയ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാവണം എന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല. നമുക്ക് ചെറിയ ഗോൾസ് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്, അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ പറ്റുന്നത്, അതിനെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. ഈ അച്ചീവ്മെൻറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നിരന്തരമായിട്ടൊരു സക്സസിൻ്റെ പിന്നാലെ ഓടണം എന്നോ, അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്നോ, മറ്റുള്ളവരായിട്ട് കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണമെന്നോ ഉള്ളതല്ല. നമ്മളുടേതായ പേസിൽ നമ്മളുടേതായ ഒരു കുഞ്ഞു കുഞ്ഞു ഗ്രോത്തുകൾ നമുക്ക് ഉണ്ടാവുന്നതിനെ കുറിച്ചാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ,
ഒരു സ്റ്റുഡൻറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. അവിടെ ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് ഓരോ ദിവസം ഇത്ര അവേഴ്സ് വെച്ച് പഠിക്കുന്നത് ഒരു അക്കംപ്ലിഷ്മെൻ്റ് ആയിട്ട് നമുക്ക് പറയാം. അല്ലെങ്കിൽ ഒരു ഹാബിറ്റ് നമ്മൾ ബിൽഡ് ചെയ്യുന്നതാവാം. കുറേ നാൾ കൊണ്ട് നമ്മൾ വായിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന പുസ്തകം നമ്മൾ അന്നത്തെ ദിവസം ഒരു ദിവസം അതെടുത്ത് കുറച്ചെങ്കിലും നമ്മൾ റീഡ് ചെയ്യുന്നതാവാം. ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ നമ്മൾ വായിച്ച് തുടങ്ങുന്നതാവാം. ജിമ്മിലൊക്കെ പോകാൻ നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളാണ്, കുറേ നാളായിട്ട് നിങ്ങൾ ജിമ്മിൽ പോകാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ജിമ്മിലൊന്ന് ഷോ അപ്പ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അവിടെ ഒരു 10 മിനിറ്റ് വാമപ്പ് ചെയ്യുന്നതോ ജസ്റ്റ് ചെറിയ എന്തെങ്കിലും വർക്കൗട്ട് ചെയ്തിട്ട് തിരിച്ചു വരുന്നതോ ഒക്കെ നിങ്ങളുടെ അക്കംപ്ലിഷ്മെൻറ്റ്സ് ആണ്. നമ്മൾ വളരെ ചെറിയൊരു കാര്യമാണെങ്കിലും അക്കംപ്ലിഷ് ചെയ്യുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് ഫീലിംഗ് നമ്മുടെ ഉള്ളിലുണ്ടാവുന്നു. നമ്മൾ കുറേ കൂടി കേപ്പബിൾ ആണെന്നുള്ളൊരു ഫീലിംഗ്, നമുക്ക് ഉള്ളിലൊരു മോട്ടിവേറ്റഡ് ഫീലിംഗ് ഉണ്ടാവുന്നുണ്ട്. അതേപോലെ നമ്മളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ആവുന്നുണ്ട്, നമുക്ക് പ്രോഗ്രസ് ഉണ്ടാകുന്നുണ്ട്, നമുക്ക് ഒരു പേർപ്പസ് കിട്ടിയൊരു ഫീലാണ്. നമുക്ക് വളരെ കുഞ്ഞു കാര്യമാണെങ്കിൽ പോലും നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടാറുണ്ട്. ഈ അക്കംപ്ലിഷ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പലപ്പോഴും ക്ലയൻസിനെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണ് ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യിക്കുക എന്നുള്ളത്. കാരണം ഇത് നമുക്ക് ഈ സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ് ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്യുന്നു, അത് എത്ര ചെറുതാണെങ്കിലും ടു ഡു ലിസ്റ്റ് എഴുതുമ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രാക്ടിക്കൽ അല്ലാത്ത കുറേ സാധനങ്ങൾ നമ്മൾ വലിച്ചു വാരി എഴുതരുത്. നമ്മളെ കൊണ്ട് സാധിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ എഴുതാനായിട്ട് നോക്കുക. അത് എഴുതിയതിന് ശേഷം ആ ആക്ടിവിറ്റി ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് സ്ട്രൈക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. ഇതൊരു കൈൻഡ് ഓഫ് ഒരു അക്കംപ്ലിഷ്മെൻറ്റ് നമ്മുടെ ഡെയിലി ലൈഫിൽ കൊണ്ടുവരാൻ സഹായിക്കുന്നതുമാണ്. സോ ഈ പെർമ മോഡലിൻ്റെ ബേസിസിൽ നമുക്ക് ചില ഹാബിറ്റുകൾ ബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഹാപ്പിനെസ് നമ്മുടെ ലൈഫിൽ സ്വന്തമാക്കാൻ പറ്റും. അതിലെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ പ്രാക്ടീസ് ചെയ്യുന്നത്. നമ്മുടെ ലൈഫിൽ നമുക്ക് ഗ്രേറ്റ്ഫുൾ ആയിട്ട് തോന്നുന്ന 3 കാര്യങ്ങൾ ഡെയിലി നമ്മുടെ ലൈഫിൽ എഴുതുക. അത് വലിയ വലിയ കാര്യങ്ങൾ എഴുതണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ചെറിയ ചെറിയ കാര്യങ്ങളാവാം. നമുക്ക് ഒരു ചെറിയ വീടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു റൂം ഉണ്ടെങ്കിൽ, നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ വാങ്ങാൻ പൈസ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചായ കുടിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ, എന്നിങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുള്ളത് നമ്മളതിലേക്ക് എഴുതുന്നത്. ബിക്കോസ് മോസ്റ്റ്ലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ലൈഫിൽ ഇല്ലാത്ത കാര്യങ്ങളെ ആയിരിക്കാം. ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് കുറേയും കൂടെ ഉള്ള കാര്യങ്ങളെ ഫോക്കസ് ചെയ്യാനായിട്ടത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങളെ എൻജോയ് ചെയ്യാനുള്ള ഒരു ഹാബിറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. നിങ്ങളൊരു ഫ്രണ്ടിൻ്റെ കൂടെ പുറത്ത് പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഒരുമിച്ചിരിക്കുമ്പോൾ, നിങ്ങളുടെ ഫാമിലി എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുന്ന സമയം നമ്മൾ പൂർണ്ണമായിട്ടും ഫീൽ ചെയ്യുക. അവിടെ ഉണ്ടാകുന്ന തമാശകൾ, ചെറിയ ചെറിയ പൊട്ടിച്ചിരികൾ, നല്ല കോൺവെർസേഷൻസ്, ഇതിനെയൊക്കെ ചുമ്മാ പാസ് ചെയ്ത് വിടാതെ അതിനെ ആ ലിറ്റിൽ മൊമെൻറ്റ്സിനെ എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഒരു റിയൽ ലൈഫ് കണക്ഷൻസിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. നമുക്ക് ഒരുപാട് ആൾക്കാർ വേണമെന്നില്ല, പക്ഷേ 1-2 ആൾക്കാരെങ്കിലും മിനിമം നമുക്കൊരു കോൺവെർസേഷൻസ് കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഹെൽത്തി റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഹാബിറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. കാര്യങ്ങൾ എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം, ഇങ്ങനെ ചെയ്താലേ ഞാൻ ശരിയാകുള്ളൂ, ഇങ്ങനെ ചെയ്താലേ ഞാൻ ഹാപ്പി ആകുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ വിട്ടിട്ട് നമ്മുടെ ലൈഫിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കണം. അതേപോലെ ലൈഫിൽ അറ്റ്ലീസ്റ്റ് 1 തിങ് എങ്കിലും ഒരു ദിവസം നമുക്ക് ഒരു മീനിങ് ആയിട്ടുള്ള ഒരു ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇത് പറയുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നിയാലും ഇത് നിങ്ങളുടെ ലൈഫിൽ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഇവൻച്വലി റിയലൈസ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. ഇത് എനിക്ക് എവിടേക്കോ നല്ലത് ആവുന്നുണ്ട് എന്നുള്ളത്. സോ നിങ്ങൾ ഈ സന്തോഷത്തിന് പിന്നാലെ ഓടി നടക്കണമെന്നൊന്നുമില്ല. നമ്മളിപ്പം പറഞ്ഞ ഈ ഒരു 5 കീ എലമെൻറ്റ്സ് ഉണ്ടല്ലോ, ഈ 5 കീ എലമെൻറ്റ്സിനെ നിങ്ങൾ കൃത്യമായിട്ട് നർച്ചർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സന്തോഷം നിങ്ങളെ തേടി തന്നെത്താനെ എത്തിക്കോളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ.